എന്തിട്ട് പരിപാടി മക്കളെ. നമ്മള് എന്താ പറയാ, ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോണ ഹൈവേനായിട്ട് കിടന്ന് കളിക്കണം. എന്താ വെച്ചാൽ മഴ കാരണം ഉള്ളിക്ക് കയറാൻ പറ്റില്ല. പിന്നെ രാത്രി നല്ല മഴ തോന്നാൻ. അങ്ങനെ നമ്മള് പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ മഴയായിട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ അപ്പം ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കൊന്നും ഇല്ല. മെയിനായിട്ട് മനസ്സിലായത് വെറുതെ ഇങ്ങനെ റോട്ടിൽ കൂടെ ചവിട്ടത് തന്നെ കിട്ടിപ്പത്. അവിടെ കാണാൻ രണ്ട് പെടപ്പ് മലകളുണ്ട്. കാലത്തൊക്കെ കണ്ടു കിടന്നില്ല. ഫുള്ള് ഫോഗായിട്ട് പറഞ്ഞു. അതിട്ട് മഴക്കാരായിട്ട് കുറച്ച് ലൈറ്റ് ആയി. അപ്പോൾ ഇട്ടോ ഞാൻ പറയുന്ന സമയം ലൈറ്റാക്കി പോസ്റ്റ് ആവുന്ന തോന്നുന്നുണ്ട്. അങ്ങനെ ഇനി ഇവിടുന്ന് കർണാടക ആന്ധ്ര ബോർഡറിലേക്ക് എത്ര 130 കിലോമീറ്റർ ഉണ്ട്. വേഗം വേഗം പോകാൻ നോക്കണം. അല്ലാണ്ട് ഇങ്ങോട്ട് കാര്യമില്ല. പരിപാടി നോക്കളെ തല്ലി ഇന്നലെ ഈ വിദ്യുമ്മ അടിച്ചാറിന് ഭാഗ്യമുണ്ട്. എന്നിട്ട് നേരെ വെള്ളം ഉള്ളിൽ കയറണമായിരുന്നു. അതുമ്പോൾ കൊളത്തിയിട്ടപ്പോൾ സെറ്റായി. അങ്ങനെയാണ് പരിപാടി കണ്ടത്. അത് പെട്രോൾ പമ്പ്. നല്ല മഴക്കാരുണ്ട്. നല്ല ഉറക്കമൊക്കെയുണ്ട്. സാധനങ്ങളൊക്കെ കെട്ടിച്ച് കഴിഞ്ഞ് ബൈക്ക് എടുക്കണം. ഇന്നലെ ചാർജ് കിട്ടിയിട്ട് ലൈറ്റ് പോയിന്നുകൊണ്ട് ചാർജ് കയറിയില്ലൊന്നിലും. 2 പവർ ബാങ്ക് കഴിഞ്ഞ് ഫോണിൽ ഉപയോഗിക്കാത്തൊരു ഫോണിൽ ചാർജ് ഉണ്ട്. പിന്നെ മറ്റേ യൂസ് ചെയ്യുന്ന ഫോണൊക്കെ ഇപ്പോൾ കുത്തിച്ചിട്ടുള്ള ഫോട്ടോകളൊക്കെ കുത്തിച്ചിട്ടാക്കാൻ വെച്ചിട്ട് ഇതിലൊക്കെ നമ്മുടെ ബൈമരാണ് കേട്ടോ. രണ്ടാൾക്കാർ അങ്ങനെ കോലൊക്കെ ആകെ പോയി നോക്കണം. പറയണ്ട എന്തൊക്കെ നോക്കി അങ്ങനെ ഞാൻ നോക്കുന്നെല്ലാം റെഡിയാവാൻ നോക്കട്ടെ ചേട്ടാ. പരിപാടി നടക്കില്ല. നല്ല മഴ ചെയ്യുന്ന എന്തായാലും നമ്മൾ ഒരു പെട്രോൾ പമ്പ് കിട്ടിയപ്പോൾ നേരെ ടെൻ്റ് അടിച്ചു. അതായത് സൗണ്ടൊക്കെ പോയിട്ടുണ്ട്. കണ്ടില്ലേ, പനി വരുന്നതുകൊണ്ട് തീരെ വയ്യ. അപ്പോൾ പിന്നെ ഇപ്പോൾ സമയം 5 മണി പറയുന്നുണ്ട് കേട്ടോ. ഒന്നും നോക്കില്ല, നേരെ വന്ന് ടെൻ്റ് അടിച്ചു. മൂട്ടൊക്കെ ആകെ എന്താ പോലെ കിടക്കണേ. ചേട്ടൊക്കെ പിടിച്ചിട്ട് ആകെ ലെവലായി. തീരെ വയ്യ നടക്കേണ്ടി. സൗണ്ട് മൊത്തം പോയി. ഉച്ചയ്ക്ക് ഒരു കടയിൽ കയറി നിന്നാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നോക്കുമ്പോൾ ഫുഡിൽ സൗണ്ടൊക്കെ പോയി എൻ്റെയിലൂടിയിട്ട് ആകെ വയ്യണ്ടായി. ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ കിടക്കാത്തത്. അപ്പോൾ പിന്നെ വിചാരിച്ചു ചിലപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ മാറും. പിന്നെ ഗുളിക ഉണ്ടായിരുന്നു. ഗുളിക വേഗിനുള്ള എവിടെ ഇരിക്കണേ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാരോട് വലിയ പാട് പറഞ്ഞു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കാര്യമില്ല, അത് കാരണം ഗുളിക മാത്രം വാങ്ങിച്ചിട്ട് പോന്നു. ഇപ്പോൾ അങ്ങനെ നേരെ വന്നു. ഇതാ വേറെ സൈഡിൽ ഇറങ്ങി നിന്ന് പെട്രോൾ അടിച്ച് ടെൻ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ പരിപാടി നോക്കണേ. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇവിടെ കിടന്നിട്ട് നാളെ കഴിഞ്ഞിട്ട് പോകാൻ നല്ലത്. അല്ലാണ്ട് നടക്കില്ല. തീരെ വയ്യ. സൗണ്ട് മൊത്തം പോയിട്ട് കുറച്ച് ദിവസം അതിന് പനിയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പനി വരണേ പറയണ്ട. അങ്ങനെ നോക്കി നോക്കാം ഉണ്ടാവുമെന്ന്. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ വണ്ടി ചെയ്ത് കൊണ്ടാകാനൊക്കെ ചെറുതായിട്ട് കുറവുണ്ട്. പക്ഷെ മാറിയിട്ടില്ല. ബോർഡിലേക്ക് 60 കിലോമീറ്റർ എത്രയോടെ വരെ എത്ര വിചാരിച്ചിട്ടാ കാറ്റോടെ കൃഷിയായിട്ടോ നോക്കി നെല്ലാം കൊണ്ടുവെക്കാം. അയ്യോ വേർത്ത് വെച്ചേ ഫുള്ള്. അങ്ങനെ മക്കളെ ചെക്ക് പോസ്റ്റ് കണ്ടില്ലേ, ചെക്ക് പോസ്റ്റ് ബാക്കിൽ. അങ്ങനെ നമ്മൾ ആന്ധ്ര ചെക്ക് പോസ്റ്റ് കടന്നു. ബോർഡർ കടന്നിട്ടില്ല. മറ്റേ മാപ്പിൽ കാണുന്നില്ല, അത് കടന്നിട്ടില്ല. നമുക്ക് വരുമ്പോഴേക്ക് റോഡ് സൈഡിൽ കുറേ പണിക്കാരുണ്ടായിരുന്നു. അവർ വന്നിട്ട് ചോറൊക്കെ വന്നു കഴിഞ്ഞു. ഒരു കുഞ്ഞ് ചോറ്, എന്താ ചോറെന്ന് പറയുക, കുറച്ചൊന്നല്ല, വയറ് ചോറാണ് പറഞ്ഞത്. വയറ് ചോറ് വന്നു. ചോറും ദാൽക്കറി ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു. അയ്യോ ഇല്ല, കടപ്പൊക്കെ കൂടിയുണ്ട്. ഇന്ന് ഇവിടെ അതിനെ സ്റ്റേ ആക്കാൻ നോക്കണം. അല്ലെങ്കിൽ റെഡി ആവില്ല. സീന സൗണ്ടൊക്കെ മൊത്തം പോയി. ഇന്ന് ഏകദേശം 60 കിലോമീറ്റർ ആയിട്ടില്ലാണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള പറഞ്ഞ മാപ്പിന് കാണിക്കില്ല. ആന്ധ്രയിൽ തെലുങ്കാന നമ്മളൊരു കുത്തുകുത്തിട്ടുള്ളത് അവിടേക്ക് പിൻ ചെയ്തിട്ട് നടന്നത്. അവിടേക്ക് എത്ര 60-70 കിലോമീറ്റർ 70 കിലോമീറ്റർ പക്ഷെ അതിലേക്ക് എത്തഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ഉണ്ട്. അപ്പം അവിടെ എത്തട്ടെ, എന്നിട്ട് സ്റ്റേ പിടിക്കാം. നല്ലത് ഇന്ന് എന്തായാലും ആന്ധ്രയ്ക്ക് കിടക്കാം. അങ്ങനെ പരിപാടി. വയ്യാണല്ലേ
നോക്കി ബോർഡർ നല്ല തിരക്കോളാം നോക്കി. അങ്ങനെ നമ്മൾ ആന്ധ്ര എത്തി മക്കളെ. ആന്ധ്രയിൽ നമ്മൾ ഒരു വലിയൊരു കയറ്റിനാണ് കയറിയിട്ട് നല്ല ഇറക്കം കിട്ടി. വേറെ പിന്നീട് ഇറക്കം കിട്ടിയിട്ട് മാറിയിട്ട് നമ്മള് ഗണ്ടിക്കോട്ട പോണ വഴിയായിട്ട് ആ വഴിയിൽ ഹൈവേന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോണം. ആ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇപ്പൊ പോന്നു തിരിഞ്ഞ്. അതാണ് ഈ കയറ്റം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നേരെ ഗണ്ടിക്കോട്ടേക്ക് എത്ര 164 കിലോമീറ്റർ ആയിട്ടുണ്ടായിരുന്നേ. ഒരു 150 അതിൻ്റെ ആവും. നാളെ മറ്റന്നൊക്കെ ആയിട്ട് എങ്ങനെ എത്തിയാൽ വേണ്ടി നോക്കണം. പക്ഷെ കയറ്റുണ്ട് തോന്നുന്ന റോഡ് നോക്കിയ റോഡ് എന്ത് രസമായിട്ട് എടുക്കുന്ന നോക്കി അറ്റമാരെ പൊളിച്ചു അറ്റം വരെ കാണാട്ട റോഡ് നോക്കിയേ. എന്താ അവിടെ നിന്നൊരു ട്രെയിനിങ് ആവുന്നുണ്ട് കണ്ടാ. നല്ല രസമുണ്ട് കാണാൻ. അത് കാരണം കുഴപ്പമില്ല. പക്ഷെ അവിടെ നിന്ന് ഒരു കയറ്റുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ ഇനി പമ്പ് കാണണേ. അവിടെ പമ്പിൽ പോയി ചോദിച്ചോക്കണം കിടക്കാൻ പറ്റുമോ എന്നുള്ളത്. തന്നാൽ മതിയോ. പിന്നെ അടുത്ത പമ്പിൽ പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാ. അതൊക്കെ പോസ്റ്റാണ് നോക്കട്ടെ. അങ്ങനെ ഇന്നലെ പിന്നെ വീഡിയോ നിർത്തില്ലാട്ടെന്നല്ല. അവിടെ നിന്ന് വലിയ റോഡ് കണ്ടില്ല. ആ റോഡിൻ്റെ അവിടെ നിന്ന് പിന്നെ നേരെ ഇറങ്ങിപ്പോന്നു. അവിടെ നിന്ന് പിന്നെ വെയിലങ്ങോട്ട് വെയിലാറിയപ്പോഴേക്കും വയ്യാണ്ടായി. സൗണ്ടൊക്കെ കണ്ടില്ല മൊത്തം പോയിട്ട്. അങ്ങനെ വയ്യാണ്ടായി. കുറച്ച് സ്ഥലം കിട്ടി, പമ്പ് കിട്ടി. അങ്ങനെ എന്തായി പമ്പിനകത്ത് സാറിൻ്റെ അല്ലേ. അങ്ങനെ അവിടെ വന്ന് ടെൻ്റ് അടിച്ചു. അവർ വന്നായിരിക്കുന്നു പറഞ്ഞ ടെൻ്റ് അടിച്ചിട്ട് പറഞ്ഞു കൂടെ അടിച്ചോ പറഞ്ഞു. ആദ്യം പറഞ്ഞ കട്ടിലുണ്ട് പുറത്ത് എടുക്കണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ കൊതു കൊണ്ടോ ചോദിച്ചു. നല്ല കൊതു പറഞ്ഞു. ഞാൻ ടെൻ്റ് അടിച്ചു അവിടെ കിടന്നു. പിന്നെ എനിക്കണത് 11 മണിക്കാ 10:30 11 മണി ആയിട്ട്. അപ്പോഴേ ഇല്ല പിന്നെ വീഡിയോ നിർത്തില്ലേ. പിന്നെ ഇപ്പോൾ എടുത്തത് സൈക്കിൾ വെച്ചില്ല. അവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടാവുന്നത്. അങ്ങനെ 10:30 പോയിട്ട് ഇവരെന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചു. ഞാൻ അറിഞ്ഞില്ല അന്ന്. ഇവരെ ഹോട്ടൽ അല്ല ഇവിടുത്തെ ആൾക്കാരെ വന്നിട്ട് വിളിച്ചു 9 മണി നേരത്താണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നല്ല ക്ഷീണമാണെന്ന് ഗുളിക കഴിച്ചിട്ട് നേരെ കിടന്നു. അങ്ങനെ ഏറ്റവും അവിടെ ഒരു ദാബുണ്ട്. ആ ദാബയിൽ പോയിട്ട് 4 ചപ്പാത്തി 5 കഴിച്ചിട്ട് സാധനം. ഇവിടുന്ന് എത്ര 2 വഴിയുണ്ട് ഗണ്ടിക്കോട്ടേക്ക് പോയാൽ. ഒന്നെത്ര 130 വഴി, ഒന്നെത്ര 150 വഴി. 150 കിലോമീറ്റർ. ഇതിൻ്റെ ഇടയിൽ എന്തൊരു കേവ് എന്തായിട്ടുണ്ട്. അത് വേറെ വഴി വളഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ട് പോകണം. വയ്യൊന്നും അത് ഇനിയിപ്പോൾ വെയിലത്ത് വെച്ചാൽ നേരം വഴിക്ക് 6 മണിക്ക് അലറ വയ്ക്കുക. അത് ഓഫ് ചെയ്യും. ഇപ്പോൾ 8:30 ഇതാണ് ഇന്നും അവസ്ഥ. അലറ ഓഫ് ചെയ്യുക, നേരം വൈകിട്ട് എനിക്ക് പിന്നെ വയ്യ. പിന്നെ ഏറ്റവും എനിക്ക് കാരണം പറഞ്ഞാൽ അവിടെ ടെൻ്റ് സൈറ്റിലോട്ട് ഇരിക്കണം. അവിടെ ടെൻ്റ് അടിച്ചിട്ട് നടന്നു. നല്ല വെയിലായി. ഞാൻ പറഞ്ഞാൽ മുകളിലത്തെ തുറന്നിട്ട് കൊടുക്കാറുന്നു. മഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നല്ല വെയിലടിച്ച് ഉറക്കം പോയി. അങ്ങനെ നല്ല ഡ്രസ്സ് പുറത്തുണ്ടായിരുന്ന ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടി. കാരണം ബൈക്കിൻ്റെ ശരി ഇനി ഇവിടുന്ന് മെല്ലെ പോകണ്ട കേട്ടോ. ഓ എന്ത് കാറ്റാ മക്കളെ. ഗംഭീര വെയിലാട്ടോ ആന്ധ്രയില്. ചിന്തിക്കാൻ പറ്റില്ലേ അത്രയും വെയില. അങ്ങനെ 12:30 ആകുമ്പോൾ ഒരു സ്ഥലം കിട്ടിയതാ. ഞാൻ ഫുള്ള് കൃഷി കേട്ടാ. അവിടെ കാണുന്നതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. എനിക്കറിയില്ല. അപ്പുറത്തൊക്കെ അവിടെയൊക്കെ ഓറഞ്ചൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറിലുള്ള ഓറഞ്ചില്ല അങ്ങനത്തെ ടൈപ്പ്. അങ്ങനെ വെയിലത്തെ എവിടെയാണ് നിൽക്കാൻ വിചാരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മരം അതിൻ്റെ ഇടയിൽ ദൈവം ഒരു കട്ടിൽ വളർന്നിട്ട പോലെ കട്ടില് 2.5 ഹവറായിട്ട് ഇത്ര നേരം ഞാൻ ഇവിടെ കിടക്കുകയായിരുന്നു. വയ്യ ഒന്നാമത് പനി വരണായിരുന്നു. ജലദോഷം ഇതൊക്കെ ആയിരുന്നു. തീരെ വയ്യ. സൈക്കിൾ ഓടാൻ പറ്റില്ല. എൻ്റെ ഇടയിൽ നല്ല വെയിലും. സഹിക്കാൻ പറ്റില്ല. കുറേ നേരം ഇവിടെ കിടന്നു. ഉറക്കാനും പറ്റുന്നില്ല. എന്താ വെച്ചാൽ വരുമ്പോഴേക്കും ഇവിടെയൊക്കെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ മാന് ചീറ്റ അങ്ങനത്തെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് പറഞ്ഞിരുന്നു. ഈ ഇങ്ങനെ കുന്നുമലയുടെ മുകളിലേക്ക് ചീറ്റുകളുണ്ടാവുന്നത്. അപ്പോൾ അത് കാരണം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങോട്ട് നല്ല വെച്ചിട്ട് കിടന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സൗണ്ട് എടുപ്പ് ഒരു നായ ഓടി പോയി. ഇപ്പോൾ വെച്ചിട്ടുള്ള ഉറക്കം പോയി. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ എടുക്കാൻ മാത്രം അത് കാറ്റ് കുറച്ചില്ല. കാറ്റിനോ എന്ത് കാറ്റിന് പറയാൻ നോക്കിയേ. ഗംഭീര കാറ്റാ കണ്ടാ. നല്ല സുഖമാണ്. കിടന്ന് കഴിഞ്ഞാൽ ഉറങ്ങി പോണ വഴി അറിയില്ല. പക്ഷെ നമുക്ക് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇരിക്കാന്ന് പറയാനില്ല. കാരണം പിന്നെ കിടന്ന് ഉറങ്ങണില്ല. ഇവിടെ നിന്ന് 16-17 കിലോമീറ്റർ ഉണ്ടെങ്കിൽ മറ്റേ കേവിൻ്റെ ഉള്ളിക്ക്. അപ്പോൾ കേവിലേക്ക് പിടിക്കാൻ വിചാരിച്ചിട്ട് പോണം ചെയ്യും. എന്ത് കാറ്റാണ്. പക്ഷെ കേവ് 5 മണി വരെയുള്ള. ഞാനിപ്പോൾ ഈ നല്ല കാട്ടിലിറങ്ങി ചിലപ്പോൾ സൈക്കിളോട്ട് കഴിഞ്ഞ് പോകാനും പറ്റില്ല. 11 മണിയാണ്. അപ്പോൾ പിന്നെ നോക്കണം. അപ്പോൾ അത് കാരണം ഇപ്പം തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴേക്ക് എത്തുള്ളൂ. അത് വയ്യാത്തതാണ്
അപ്പോൾ പിന്നെ ഈ നേരം കൊണ്ട് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ എത്തിയിട്ട് പോസ്റ്റ് ആവും. പിന്നെ പെറ്റാച്ച് അവിടെ എവിടെയെങ്കിലും നിൽക്കാനുള്ള സ്ഥലം കൂടി നോക്കണം. തീരെ വയ്യ, 2 ദിവസം എവിടെയെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് പോകണം, അല്ലാതെ നടക്കില്ല, അല്ലെങ്കിൽ കെടുപ്പിലാവും. നല്ല ചൂടാണ്. അങ്ങനെ പരിപാടി മക്കളെ. ഞാൻ മെല്ലെ പോവാൻ നോക്കട്ടെ. നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ വെയിലാണ് കൂടി. നോക്കി ഇത്ര നേരം വെയിൽ കുറവാണെന്ന്, പോവാന്ന് പറഞ്ഞപ്പോൾ നല്ല വെയിലായി. എന്ത് ചെയ്യാല, വെയിൽ കൂടി കുറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനെന്തായാലും പോവാ, എത്ര നേരമായില്ലേ. അയ്യോ, അതിൻ്റെ ഇടയിൽ നേരത്തെ വന്നില്ല. അവിടുന്ന് നേരെ കുറച്ച് ടപ്പേന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം സിമെൻറ്റ് ഫാക്ടറികൾ, സിമെൻ്റ് അല്ല മറ്റേ മാർബിളിൻ്റെ അങ്ങനത്തെ കല്ലുകളൊക്കെ ഇല്ലേ, കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ കുറച്ചുണ്ടായിരുന്നു. അവിടുന്ന് കടന്ന വഴിക്ക് റോഡാ മാറി നേരെ ഉള്ളിക്ക് ഫുള്ള് ഈ വില്ലേജുള്ള ഉള്ളിക്ക്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് എത്തി. എന്തായാലും റോഡും ഇല്ല. ഒരു 4 കിലോമീറ്റർ ദൂരം എങ്ങനെയാണെന്ന് പറഞ്ഞേ. സൈക്കിൾ പഞ്ചർ ഉറപ്പാണ് ചവിട്ടി കഴിഞ്ഞില്ല. എന്താ കാരണം വെച്ചാൽ ഈ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടായി ഈ മുള്ളിലുള്ള അതാണ് 2 സൈഡിൽ നിൽക്കുന്നത്. കാട്ടിൽ നോക്കിയോടെ ഇവിടേക്ക് ആരും വരില്ല കൊണ്ടിട്ടാ. അങ്ങനത്തെ ഒരു സ്ഥലം, ഒരു സ്ഥലം നോക്കി ഒരു വഴി ഇതൊന്നുമില്ല. ആദ്യം വിചാരിച്ചത് അവിടെ ആൾക്കാർ കുളിക്കണം സ്ഥലം ഇട്ടുണ്ടോ. പറ്റി ഗ്യാപ്പോളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി വെറൈറ്റി സാധനങ്ങളുണ്ട് കണ്ടാ. പക്ഷെ എന്താ പ്രശ്നം കഴിഞ്ഞാൽ കയ്യിൽ വെള്ളമില്ല. 2 റുപ്യ വെള്ളമുള്ള എന്തായാലും ഞങ്ങൾക്ക് പോയിട്ടു. ഓ മാഗി എന്തെങ്കിലും ജയിപ്പിക്കണം മറന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ആളുടെ പേടിയാവും സാധനം. നോക്കി ചെവി പോപ്പ് ചെയ്ത് കളഞ്ഞിട്ടാ. നായ 2 തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുക. ചെവിയുടെ തുമ്പില് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കുക. അയ്യോ, 3-4 കിലോമീറ്ററിൽ പറഞ്ഞ ചവിട്ടാൻ പറ്റാൻ കയറ്റട്ടോ. വലിയ കയറ്റൊന്നല്ല, പക്ഷെ ഓടി ചെയ്യണ അവിടെ എത്തി കണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് മൊത്തം സുണ്ണാൻ. അപ്പം ഞാൻ വിടും. ഒന്നാമത് വയ്യ ഇറക്കാൻ ഞാൻ കാണും. 2 വലിയ പാറകളൊക്കെ ബാക്ക് പഞ്ചറായ ഇല്ല. ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാട്ടോ. ഒരു വണ്ടിയൊക്കെ വേണ്ട അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു. ആൾക്കാരും ഒരു കടയിൽ കിട്ടി കഴിഞ്ഞാൽ ഇന്ന് നോക്കിയത് അവിടെ രണ്ടടിക്കാൻ പറ്റിയാൽ ചോദിച്ച് കിട്ടാൻ ഞാൻ അടിക്കും. അല്ലെങ്കിൽ വീണ്ടും ഇറങ്ങി എന്നിട്ട് വീണ്ടും രണ്ടടിക്കാൻ സ്ഥലം കണ്ടുപിടിക്കണം. നോക്കട്ടെ എന്തായാലും. സീന് വഴിയായിരുന്നു മക്കളെ. അവിടുന്ന് ആ വരുന്ന വഴിയില്ല അറ്റത്തുനിന്ന് അതും ഗംഭീര കുത്തളിറക്കമോ. ടാറില്ല, റോഡില്ല, അങ്ങനത്തെ വഴി. അങ്ങനെ അവിടുത്തെ ഇതൊരു ഗ്രാമം ഉണ്ട് കണ്ടോ അതിൻ്റെ ഇടയിൽ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളു ഞാൻ കിട്ട് കണ്ടോ. ചെറിയ ഗ്രാമമുണ്ട്. ഇത് മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ. അത് രസമുണ്ട്. അയ്യോ അമ്പ് ബ്രേക്ക് കിട്ടില്ല. ഇവിടുത്തെ അങ്ങോട്ടാ പോവാ. സ്ഥലമൊന്നും ഒരുമാതിരി വൃത്തികെട്ട സ്ഥലം. പേടിയാവുകയാണ്. നേരെ ആൾക്കാരൊന്നും വലിയ കുഴപ്പമില്ല. കയ്യണ്ട കാണിക്കില്ല. സാധനം ഉണ്ട് ഈ സ്ഥലത്ത്. ഇങ്ങനെ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് വിട്ട് കഴിഞ്ഞാൽ മൂഞ്ചി. അവിടെയൊക്കെ മുകളിലുണ്ട് പാറയുടെ മുകളിൽ ഡ്രസ്സ് ഇടാനൊക്കെ വെച്ച് കൊടുക്കുന്നു. ഇവര് പാറയുടെ മുകളിൽ നോക്കാറുണ്ട്. കാര്യൻ്റെ മാതിരി ചൂടാണല്ലോ ഇവിടെ. ആട്ടുമുട്ടിയോട് പറയാനുണ്ടല്ലോ.
അയ്യോ ഇവര് പറഞ്ഞത് ഇവിടെ കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്ന കട മാത്രമുണ്ട്, വേറെ ഒന്നുമില്ല പറഞ്ഞേ. രണ്ട് കോഴിമുട്ടേൻ്റെ അവിടെ നിന്ന് കിട്ടുക കഴിഞ്ഞാൽ അരിയും ദാൽക്കറിയും ഉണ്ട്, അല്ല ദാലും ഉണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇവിടെ മറ്റേ സൂര്യകാന്തി കേട്ടത് നോക്കിയേ, സൂര്യകാന്തി കൃഷി കേട്ടത് 1-2 ഉണ്ടായിട്ടുള്ളൂ. ഈ സൂര്യകാന്തി നല്ല ചൂടുള്ളിടത്ത് ഉണ്ടാവും, ഗുണ്ടൽപേട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഫുള്ളുണ്ടായി ഫോട്ടോക്കെ എടുക്കാൻ പോയി യോഗമില്ല മണിയെ. ഇവിടെ തീരെ ഹൈറ്റിലല്ലേ ഇത്, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളൂ നല്ല നമ്മുടെ ഹൈറ്റിലുണ്ടാവും. അതല്ലേ ആണ് നോക്കി ചെറുത് നമ്മളൊക്കെ ഉണ്ടായൊക്കെ ഉണ്ട് കേട്ടാ. ഇത് കിടന്ന് അറിയേണ്ടതുകൊണ്ട് കണ്ട നമ്മളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ. സൂര്യാന്തി തന്നെയല്ലേ ഇത്, എന്തിട്ടാന്ന് മനസ്സിലാവില്ല. ജമന്തിയാണോ എന്തേലും ആവട്ടെ. എന്തായാലും റോഡൊക്കെ ഒരു വൈബായി നോക്കിയേ. വേറൊരു മലനല്ലേ, വേറെ ടൈപ്പ് മലനിര. എന്നിട്ടാ ഗോതമ്പ കുറെ കൃഷി ഉണ്ട് ഉള്ളൊക്കെ നോക്കിയേ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃഷിയാണ്. ഈ റോട്ടിൽ കൂടെ ഞാൻ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഞാൻ സുഖമാണെന്ന്. ഇത് ഗോതമ്പാവുണ്ട് കേട്ടോ. അത് ഈ കല്ലുണ്ടോ നല്ല പെടപ്പം കല്ല മതിലൊക്കെ കിട്ടുമ്പോൾ അത് രസമുണ്ട് കാണാൻ. ഇത് എന്തോരം പോണാണോ ഇനി എത്തുമ്പടിയും കിട്ടണില്ല. ഏയ് പറയണ സൗണ്ട് കിട്ടായിരുന്നേ. വാടെ വാടെ നാളെ ചവിട്ടി കയറ്റണഞ്ഞി. നാളെ ഗംഭീര കയറ്റ മണ്ണിട്ടുള്ളത്. ഞാൻ അത് ക്യാമറ എടുക്കാൻ വിചാരിച്ചു, പിന്നെ ക്യാമറ എടുക്കാന്ന് കിട്ടി പറഞ്ഞു വീഴും. അതേപോലത്തെ ഇറക്കാടുന്നു. തീരെ ഇറക്കല്ല, റോഡില്ല, ഫുള്ള് കൊണ്ടുകൊണ്ടായിട്ട. ബിലാസുറകം കേവാണ്. എങ്ങനെ വായിക്കത് പ്രൊണൗൺസ് ചെയ്യാ? വണ്ടിക്കാരന് പറഞ്ഞ കളിക്കാനുള്ള സെറ്റപ്പ് കണ്ടില്ലോ. ഇതന്നെയല്ലേ ഇതിലേക്കാണ് പത്ത് കഷ്ടപ്പെട്ട് ഞാൻ വന്നേ. എനിക്ക് ഏതി കൂടി വണ്ടികളൊക്കെ കയറി പോണേ. കയറി പോകാന്നറിയില്ല കേട്ടോ. നോക്കിയത് ലാസ്റ്റ് കൊണ്ടിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്യാന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. ക്യാമ്പ് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. അമ്മയ്ക്ക് നല്ല കയറ്റാട്ടാ. ഇതിലേക്കാണ് അപ്പോൾ വന്നു കഴിഞ്ഞാൽ 10 വർഷപ്പെട്ടിട്ട് ഇവിടെ കേവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. കേവ് കൂടിയാട്ടാ. നമ്മൾ കേവ് കാണാൻ വേണ്ടി വന്നു കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് 60 രൂപയാണ് ഒരാൾക്ക് വരണേ. കണ്ടാം പിള്ളേർക്ക് 40 രൂപ. നമ്മൾ കേവിൽ എൻട്രി ചെയ്താൽ മതി. യാതൊരു സ്ഥലത്ത് കാണാൻ വിചാരിച്ച പോലെ ഒന്നല്ല. നമ്മളായിട്ട് നേരെ മാനേജർ പോയി കണ്ടു. മാനേജറോട് പറഞ്ഞു നമ്മളിവിടെ നിൽക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഓക്കെ എവിടെ നിന്നോന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. പക്ഷേ ഇവിടെ എന്തോ റേഞ്ച് ഇല്ല ഫോണിൽ. ഇത് അത് സീന് കേവ് കണ്ടു നോക്കി. എന്ത് രസം കാണാൻ. കാണുമ്പോൾ വീഡിയോ നോക്കി തല കറങ്ങണ്ട്. ഇവിടെ ഉള്ളിക്ക് അവിടേക്ക് എത്ര കോൺക്രീറ്റ് ഇട്ടുള്ളതാണല്ലോ, വഴി ഉണ്ടാക്കിയുള്ളതാണ് കേട്ടോ. അവിടെ ഉള്ളിക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം സൈഡിൽ നിന്ന് നോക്കാം. കൂടുതൽ സൈക്കിളൊക്കെ കൊണ്ടുവരുന്നൊരു ഇതുണ്ടെന്ന് കിടപ്പനെ കിട്ടിയായിരുന്നു. പ്രാവൊക്കെ ഉണ്ടല്ലോ, മുകളിലൊക്കെ പ്രാവ് വവ്വാലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ചെറിയ കേപ്പുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ. അത് രസമുള്ള സെറ്റപ്പാട്ടത് നോക്കി. കാണാൻ മാത്രം തൊട്ട് അടിക്ക് ഇറങ്ങിയെന്ന് കഴിഞ്ഞാൽ വേണ്ടല്ലേ.
ഇതിൻ്റെ ഉള്ളിൽ എവിടെ എനിക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സുഖമാണെന്ന് ഇവിടെ സമ്മതിക്കില്ലേ. അവിടെ ആണെങ്കിൽ രണ്ടടിക്കാൻ പറയുക തന്നെ, അല്ലാണ്ട് കൂടുതൽ നടക്കുന്നൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ എന്തിട്ടാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പ്രാവകാട്ടം തന്നെ വന്നാണ് ഫുള്ള്. അവിടേക്കൊക്കെ എന്തുണ്ട് കേട്ടോ, ആൾക്കാർക്ക് കയറി പോകാൻ സെറ്റപ്പ് എന്തൊക്കെ ഉണ്ട് കണ്ടോ. ഉള്ളിലുണ്ടോ വലിയ ഗുഹയോ, സീന് ഗുഹ. യാതൊരു രസം ഇട്ട് കാണാൻ നടന്നു പോകാൻ വഴിക്ക് യാതൊരു രസം. അയ്യോ തല കറങ്ങണ്ട എനിക്ക്. നാളെ കാലത്ത് പോണേക്കാൾ മുന്നേ ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും കൂടി ഒരു വൈകി കിട്ടും. ഇതിനുള്ള കരടി വന്നു കഴിഞ്ഞാൽ പെട്ടു. അര കിലോമീറ്ററിന് പറഞ്ഞിട്ടത് മൊത്തം. തേനിക്ക് കൂടെ കൊണ്ട് മുള്ളി. ഇന്ന് എത്ര ലിറ്റർ വെള്ളം കുടിച്ചുള്ളത്, ഒരു കണക്കില്ലാത്ത കുടിയിൽ കുടിച്ചുള്ളത്. ഇന്ന് നമ്മൾ അരിയും ചോറും ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. നമ്മൾ അവിടെ നോക്കിയപ്പോൾ വൈഫൈ ഉണ്ടോ നോക്കിയതാ വെറുതെ. നോക്കുമ്പോൾ വൈഫൈ ഉണ്ട്, ഭാഗ്യമുണ്ട്. പാസ്വേഡ് ചോദിച്ചൊന്നുമില്ല, ഒന്നോട്ട് റിട്ടേൺ അടിച്ചപ്പോൾ തന്നെ വൈഫൈ കണ്ടായി. അയ്യോ എന്താ എനിക്ക് നല്ല ഇഷ്ടമായിട്ടത് കിടപ്പ സ്ഥലമായിട്ട്. വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. ഇത് മോളിക്ക് പറഞ്ഞേ നോക്കി കാണുമ്പോ തന്നെ പിഞ്ചാമുഞ്ചി സ്ഥലമായിട്ട്. ഉള്ളു ഗുഹ പോലെ തന്നെ ഉള്ളിൽ കൂടെ അങ്ങനെ പോവുക. മോർണിംഗ് സൗണ്ട് ഒക്കെ ഉണ്ട്. സൗണ്ട് അവിടെ ആരൊക്കെ കയറി പോയിട്ടുണ്ടോ പാട്. അവിടെ ഇവിടെയൊക്കെ കുറേ ഗുഹകൾ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നവര്. ഇങ്ങനെ തന്നെ ഉള്ളൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റണല്ലേ, അടിപൊളിയോ. ഇതിലെന്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി അറ്റത്തൊരു കുഴിയ വവ്വാലൊക്കെ ഉണ്ട്. എന്താ സംഭവം നോക്കി നോക്കാം വെറുതെ. ഇവിടെ ഒന്നുമില്ല, പറ്റിച്ചു എല്ലാം ഇറങ്ങി പോവാ. അടിപൊളി സ്ഥലമായിട്ടത്. സാന്ദ്രയ്ക്ക് ഗണ്ടിക്കോട്ടയ്ക്ക് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ ആയിട്ട് പോന്നോ. ഗണ്ടിക്കോട്ടയിലുണ്ട് കേട്ടോ, ഇവിടുന്ന് 100 കിലോമീറ്റർ ആയിട്ടുണ്ട് ഇനി ഗണ്ടിക്കോട്ടയ്ക്ക്. അത്ര വ്യത്യാസം ഉണ്ട് കേട്ടോ, പറഞ്ഞ പിടിച്ചില്ല. വേണ്ട ഇത് ഇവിടുന്ന് കഴിഞ്ഞോട്ട് എത്ര ഉള്ളോ, 1/2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ആ പിന്നെ മോളിക്കൊക്കെ വഴിയാണ്ട് വേറെ ഇവിടെ ഒരു വഴിയുണ്ട്, വെറുതെ പോയി നോക്കി നോക്കാം. ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടില്ലേ. ഇങ്ങനത്തെ ഉള്ളത് നമുക്ക് അറിയോ ഉണ്ടാവുക. നല്ല പടം അടിക്കുന്നുണ്ട്, വെറുതെ ഓരോന്നിനുള്ളിൽ കയറി പോയി. ഇത് കല്ലുകളൊക്കെ നിൽക്കണ നോക്ക്, ജാതിരി സുന്ദരമാണ്. ഇവിടെ പല ഡയമണ്ട് കിട്ടാൻ സുഖമല്ലേ. ഇവിടുത്തെ ഫുള്ള് കട കണ്ട കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കേവ് കഴിഞ്ഞു. ഇത്രയുള്ള കേവ്, രസമുള്ള കേവ് ആട്ടാ. പക്ഷെ പേടിക്കാനുള്ള ടൈപ്പ് സാധനങ്ങളൊന്നും കാണാനില്ലേ.
വേറെ അറകളുണ്ടോന്നൊക്കെ പോയി നമുക്ക് കണ്ടുപിടിച്ചിട്ട് അറിയുന്നുള്ളൂ. തിരിച്ചു നടക്കട്ടെ ഏട്ടെ. അടുത്ത് വരുമ്പോൾ ഇത് കട പോലെ കണ്ടിട്ടുണ്ടാവും. മറ്റേ കടയുടെ ഉള്ളിൽ കയറിപ്പോഴും ഒന്നുമില്ല. ഉണ്ടോ വീഡിയോ ശരിക്കും അതിൻ്റെ ഉള്ളിക്ക് മറ്റേ ഇംഗ്ലീഷുകാരെ കേട്ടില്ല നോഞ്ഞ് കയറി പോകുന്നവർ ഉള്ളിക്ക് നോഞ്ഞ് കയറി പുതിയത് കണ്ടുപിടിക്കും. നമ്മൾ കണ്ടിറങ്ങിയില്ലേ ഇനി ഇതിൽ കൂടെ പോയിട്ട് അവിടെ കയറുന്നൊരു വഴി കാണാനുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അതിൽ വന്നതിൽ ആരും കയറുന്നുണ്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇവിടുത്തെ മാനേജർ ഇന്ന് ഇവിടെ നിന്നതുകൊണ്ടാണ് നമ്മളിവിടെ നിന്നത്. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അവർ പറയണമെന്ന് പറഞ്ഞാൽ 6 മണി 7 മണി ആവാറായി സമയം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാൽ 6 മണി ആയിട്ട് സമയം 4 മണിക്ക് വന്നിട്ട് ഇത്ര നേരം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ അവസാനം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, പോലീസിന് പെർമിഷൻ വേണം. പോലീസുകാരോട് വെച്ചപ്പോൾ പോലീസുകാർക്ക് പറ്റില്ല, മാനേജറെ വിളിച്ചപ്പോൾ മാനേജർക്ക് പറ്റില്ല. നമ്മളിട്ട് ഉണ്ടാക്കാന്ന് അറിയില്ലേ ഇത്ര ദൂരം വന്നിട്ട് നമുക്ക് ഇട്ട് തന്നിട്ടുള്ള പണിയാണ് വേണ്ടത്. അങ്ങനെ സംഭവം നോക്കി. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മളോട് ഇത്ര നേരം നിന്നുകൊണ്ടാണ് ഇവിടെ നിന്നത്. സൈക്കിൾ എടുത്ത് വെച്ചാൽ ID പ്രൂഫും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏറ്റവും സമയം പറഞ്ഞ പൊക്കൊന്ന് മാനേജർ പോവുകയും ചെയ്തു കിട്ടുക. മാനേജറിൽ ഇവിടുത്തെ രാവിലെയാണ് പ്രശ്നം. നമുക്ക് ഒരു കൂട്ടിയിട്ട് മനസ്സിലായ എന്താ ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടുന്ന് വേറെ സ്ഥലം കണ്ടുപിടിക്കണം. എന്തായാലും പോട്ടെ. അങ്ങനെ ഇതാണ് സംഭവം. പറഞ്ഞിട്ട് കാര്യമില്ല, പോവാഞ്ഞ് മെല്ലെ ഇവിടുന്ന്. നമ്മൾ പോണ വഴി നോക്കി മക്കളെ നമ്മളവർ ഇറക്കി വിട്ടു. അവിടുന്ന് പെട്ടു. അവർ പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല. അങ്ങനെ നേരെ ഇറങ്ങിയിട്ട് നേരെ മോളിക്ക് പോകണ്ട ഇങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞേ. അതൊക്കെ ഗംഭീര കാര്യമില്ല. അവർ പറഞ്ഞു ഇതേനെ പൊക്കോ, കുറച്ച് വളഞ്ഞാലും കുഴപ്പമില്ല, ആ സമയത്തിനേക്കാൾ മുന്നോട്ട് എത്താന്ന് പറഞ്ഞേ. അറിയില്ല ബാക്കിലൊക്കെ നോക്കി എന്തിട്ടാ സാറ് റോഡ് നോക്കി. ഇതിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ 6 സമയം. ഇനിയിപ്പോൾ എവിടേക്ക് എത്തുക, വല്ല ടൗണ് എന്തെങ്കിലും ഉണ്ടോന്നൊന്നും കാണാൻ നോക്കി. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളതുകൊണ്ട് ഇവിടെ സൂര്യാന്തി തോട്ടങ്ങളാണ് ഇതൊക്കെ. നോക്കി സൂര്യാന്തി തോട്ടങ്ങൾ. പക്ഷെ ഇതൊക്കെ ഒട്ട് പോലത്തെയാണ്, ചെറുതാണ്. അത് ഹൈറ്റ് നോക്കിയില്ല നമ്മുടെ അടുത്ത പോലെ. വ്യൂ ഒക്കെ നല്ല രസമുണ്ട്. പക്ഷെ ഇന്ന് മൂഞ്ഞാണ്ടിരുന്നാൽ മതി. ഇതിന് ലൈറ്റും ഇല്ല, അതാണ് പ്രശ്നമേ. പിന്നെ രാത്രി കഴിഞ്ഞാൽ സീനാണ്. ഇവിടുത്തെ ആൾക്കാർ ഹിന്ദി അറിയില്ല, അതേ പെട്ടെന്ന് ആന്ധ്ര മാത്രം പറഞ്ഞോണ്ടിരിക്കും. രണ്ടാൾക്കാണ്ട് ഹിന്ദി അറിയാറുണ്ട്. എന്താ ചെയ്യാ പറയുന്നത്. വല്ലാത്ത ചതി ഇത്. നല്ല രസമുണ്ട് കാണാനൊക്കെ. നോക്കി അടിപൊളി വഴി കേട്ടോ പോകാനൊക്കെ. നല്ല കറക്റ്റ് പുതിയ റോഡാണ് മതി ഭംഗി ആസ്വദിച്ചത്. ഞാനേ വല്ല എവിടേക്കും എത്താൻ പറ്റും നോക്കട്ടെ. മയിലിൻ്റെ സൗണ്ട് നോക്കി. ഇതൊക്കെ എന്തിട്ടാണാവോ കുറേ കാണുന്നുണ്ട്. മനസ്സിലാവണമെന്നില്ല. ആരെങ്കിലും കാണാൻ ചോദിക്കാൻ വെച്ചാൽ ഒരു മനുഷ്യനില്ല. നോക്കി വെറുതെ ഇങ്ങനെ കുറേ സ്ഥലം എടുക്കാമല്ലേ. ഇവിടെ സ്ഥലത്തിന് വില കുറവാവൂലേ. ആ കുറേ തത്ത പ്രാവും ഒക്കെ പറക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ കുറേ സ്ഥലം ഞാൻ കണ്ടാ സൂര്യൻ തന്നു കേട്ടാ. അപ്പോൾ ശരി കേട്ടാ, ഞാനേ ഇടയ്ക്കേട്ടൊന്ന്. ഒരു വല്ലാത്ത ദിവസമാണ് തൊട്ട് മക്കളിന്ന് പറയണ്ട. ഫുള്ള് സീന്. മറ്റേ നീലാകാശം പച്ചക്കട ചുമന്ന ഭൂമിയിൽ ആൾക്കാർ വളയില്ല, അതേപോലെ വളഞ്ഞെന്ന്. ഞാനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാ. അവിടെ കഴിഞ്ഞിട്ട് റോഡൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗാവ് എത്തും. എന്തിട്ട് ഗാവിൻ്റെ പേര് ഇതിൻ്റെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഗാവിൻ്റെ പേര് ശ്രീകൃഷ്ണപുര. എന്തിട്ടാണെന്ന് എന്നിട്ട് രാമകൃഷ്ണപുരം എന്നാണ് എന്നിട്ട് പറഞ്ഞിട്ട് പേരിട്ടോ. അതിൻ്റെ നെറ്റ് കിട്ടില്ല, അതിന് പ്രശ്നമേ കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. നെറ്റില്ല, അത് കാരണം ലൊക്കേഷൻ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുക. ഞാൻ 2-3 പ്രാവശ്യം ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ വീണ്ടും പറയുന്നത് വീണ്ടും ഇവിടെ തന്നെ ചെറിയൊരു ചാവണം. പക്ഷെ ഇതിനുള്ളിൽ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. ഒരു ലൂപ്പിലോട്ട് പോലെ കറങ്ങുക, വീണ്ടും വരിക. അങ്ങനെ അടുത്ത വഴിക്ക് പോകുമ്പോൾ ഇവർ ഇവിടെ നടന്നിട്ട് അപ്പുറത്തേക്ക് എത്തിനു. അപ്പം വീണ്ടും അവരെ കാണുക. ആകെ സീന്. അങ്ങനെ സമയം ഒരു 6:45 ഫുള്ള് ഇരുട്ടായി തുടങ്ങിയിട്ടാണ്. അങ്ങനെ 7 മണി വരെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങി. ഞാനത് പെട്ടു വയ്ക്കുക. ആകെ ടെൻഷൻ തുടങ്ങി. ഇതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി റേഞ്ചിന് വെച്ചാൽ പുറത്തേക്ക് കിടക്കാം. പക്ഷേ ടൗണിലേക്ക് എത്തണം വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഹൈവേക്ക് എത്തണം വെച്ച് കഴിഞ്ഞാൽ 17 കിലോമീറ്റർ വേണം. എന്തായാലും നടക്കില്ല. അത് ഞാൻ കാണുന്നവരോടൊക്കെ ഹിന്ദി അറിയാൻ ഒരാൾക്ക് ഹിന്ദി അറിയില്ല, തമിഴും അറിയില്ല, ആന്ധ്രയ്ക്ക് കിട്ടേയില്ല, ഇംഗ്ലീഷൊന്നും തീരെ അറിയില്ലായിരിക്കും. മനസ്സിലായ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ഭാഷയിൽ ചോദിക്കാൻ വെച്ചിട്ട് ഇവർക്കൊന്നും അറിയില്ല. അത്രയും ഉൾഗ്രാമം. എല്ലാവരും കണ്ടുപിടിക്കണേ. എൻ്റെ കോലം കണ്ടു കഴിഞ്ഞാൽ പറയണില്ല. എല്ലാവരും പൊക്കോന്ന് പറയണേ. നേരെ പൊക്കോന്ന് പറയും. ഞാൻ കറങ്ങി നിൽക്കുക. ഏറ്റവും അവസാനം 3 ആൾക്കാർ ഒരു ഹാലിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഹിന്ദി അറിയിപ്പോൾ അവരും പറഞ്ഞു ഹിന്ദി അറിയില്ല എന്ന്. അങ്ങനെ ഏറ്റവും അവസാനം അവർ പറഞ്ഞു 2 പിള്ളേരുണ്ട്, അവർക്ക് ഹിന്ദി അറിയാമെന്ന്. നോക്കുമ്പോൾ 2 ചെറിയ പിള്ളേരായിട്ടാ. 9 മൊത്തത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ.
അവരോട് ഇങ്ങനെ കാര്യം പറഞ്ഞു എനിക്കൊന്നും ഇങ്ങോട്ട് പുറത്തേക്ക് കിടക്കണം അല്ലെങ്കിൽ അവിടെ കിടക്കാൻ കുഴപ്പമുണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പുറത്തേക്ക് കിടക്കാൻ കഴിഞ്ഞാൽ കണ്ടവാൻ ദൂരമുണ്ട്, ലേറ്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞാണ്. പറഞ്ഞു ലേറ്റിൽ പോകാൻ നിൽക്കണ്ട, റോഡ് ചെറിയ വഴിയാന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കാൻ പറഞ്ഞിട്ട് ഒരു സ്കൂളിലേക്ക് ആക്കിയെന്നുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കണം എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സ്കൂളാണ്, കാണുന്നതെന്ന് അറിയില്ല, ചെറിയ സ്കൂളാണ്. അങ്ങനെ ഇവിടെ വന്നു. അതെന്ന് പറഞ്ഞ് പോകണ വഴി എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ പോകണ വഴി ഉണ്ട് അവിടെ, അത്രേ ഉള്ളൂ. അതിന് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വീട്. അതിന് ഇപ്പുറത്തെ സൈഡിലാണ് ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്കൂളുണ്ട്. അത് കാണുന്നതെന്ന് അറിയില്ല, ചെറിയൊരു സ്കൂളാണ് കണ്ടത്, അത്ര ഉള്ളതിൽ പോകും. അങ്ങനെ ഇവിടെ കുറഞ്ഞെങ്കിലും ഇവിടെ കിടന്നു പറഞ്ഞിട്ട് അവൻ പോകാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നാമത് 8ലെ 9 പഠിക്കണേക്കാണ്. ഇവൻ പോയി കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, പ്രശ്നമാവില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ട് കിട്ടാം. അങ്ങനെ ഞാനോട് പറഞ്ഞു ആരോടെ ഇവിടെ അടുത്തുള്ളവരോടൊക്കെ പറയുമെന്ന് പറയുമ്പോൾ ഇവനെ ഈ കുഴപ്പമില്ല കിടന്നു പറഞ്ഞാൽ ഞാൻ ശരിയാവില്ലടാ, എനിക്ക് വയ്യാടി വക കാര്യം ഇല്ല ചേട്ടാ, ഞങ്ങളോടുള്ള അടിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ധൈര്യത്തിന് നോക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് നിന്ന് വർത്താനം പറയുമ്പോൾ അവിടെ നിന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കട്ടെ. അപ്പം എനിക്ക് ആകെ ടെൻഷനാവുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ 2 മിനിറ്റ് നിൽക്കുന്നുണ്ട്. ഇവൻ പോയി വഴിക്ക് നോക്കുമ്പോൾ ഈ നാട്ടുകാരും അപ്പുറത്ത് വീട്ടുകാരും എല്ലാവരും കൂടി വന്നു വെച്ചു. എൻ്റെ പൊന്നോ പെട്ടു ഞാൻ ഇവരോട് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അവരെന്തൊക്കെ ഇങ്ങോട്ട് ചോദിക്കണ്ട, എനിക്കൊരു തേങ്ങ മനസ്സിലാവണ്ടി പറയണത്. ചോദിച്ചു ആകെ വിട്ടു, ആകെ വേർത്ത് കുളിച്ച് കൊണ്ട പോലെ ഇതെന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ പ്രത്യേകം പറഞ്ഞിരുന്നത് മുസ്ലിം ഏരിയന്ന്. അപ്പോൾ എനിക്കൊരു ധൈര്യം എന്നില്ല, എന്നാലും ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കള്ളു പിടിക്കില്ലല്ലോ, ആ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ നേരം കള്ളു പിടിച്ച് ഫിറ്റായിട്ട് തുടങ്ങും പറഞ്ഞിട്ട്. അങ്ങനെ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ വേറെ ആളെ കൊണ്ടുവന്നു. അയാൾക്ക് ഹിന്ദിയാണ് നടന്നത്. അയാൾ വന്നിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അയാളോട് പറഞ്ഞു അവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല, നാളെ പോയാൽ മതി. ഇവിടെ പക്ഷേ ബാത്റൂം സൗകര്യമൊന്നും ഉണ്ടാവില്ല, കറണ്ട് ചാർജിങ് അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. ഫുഡിനൊക്കെ എന്ത് ചെയ്യാൻ ഫുഡൊന്നും കുഴപ്പമില്ല, ഇവിടെ തൽക്കാലം കിടത്താന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് സംസാരിച്ചു. അപ്പോൾ സമാധാനം ഞങ്ങളെ പറയണ്ട. ഇതിപ്പോൾ അറിയാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനത്തെ ഉള്ളിലൊക്കെ പോയി വിട്ടിട്ട് നമുക്കൊന്നും പറയാൻ കിട്ടില്ല, ആകെ മൂഞ്ചി അവസ്ഥയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു എല്ലാവരും പോയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചേട്ടനോട് ഭക്ഷണം കഴിക്കണ വീണ്ടും വന്ന് ചോദിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഭക്ഷണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ തൽക്കാലം ചിപ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചേച്ചി വന്നു. അങ്ങനെ ചേച്ചി പറഞ്ഞു എന്താ കഴിക്കാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനെല്ലാം കഴിക്കും, കുഴപ്പമൊന്നുമില്ല, പേടിച്ചിട്ടില്ല നിൽക്കണേ. അങ്ങനെ ചേച്ചിമാർ വരുമ്പോൾ ഒന്നും കൂടി പേടിയാണ്, ഞാൻ അടുത്ത വല എന്തിട്ടെന്ന് അറിയില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ത് വേണം കഴിക്കാം, എന്നാൽ ഇവിടെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞ് ചോറും ചാവലും ഇതൊക്കെ കൊടുത്തയക്കാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി പോയി കഴിക്കുക. നമ്മളെ കുടന്ന ചെക്കനും ഇങ്ങോട്ട് കുടന്ന ചെക്കനും അവൻ്റെ വേറെ ആരൊക്കെ പിന്നെ വേറെ വയസ്സായാലും കൂടി വന്നു ചപ്പാത്തി മുട്ടക്കറി കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചപ്പാത്തി മുട്ടക്കറി കഴിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു എന്നോട് വേണ്ട, അവിടെ ചേച്ചി വന്നിട്ട് ചോറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതെന്ത് ഞങ്ങൾ തന്നു കഴിക്കുക, ഞങ്ങളെല്ലാം ഇതൊക്കെ റെഡിയാക്കി എന്ന് എന്തിട്ടും അവിടെ കഴിക്കുന്നത്, അങ്ങനത്തെ റോള് ആവശ്യം പെട്ട് ചേർത്ത് ഇന്നൂല തീറ്റിക്കൂല പറഞ്ഞ വലിയൊരു അവസ്ഥ. ഞാൻ ആകെ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കി ഇവിടെ 3 ആൾക്കാർ വേറെ ബൈക്കും വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരോടും പറഞ്ഞു വരുന്നതാ. അങ്ങനെ നോക്കുമ്പോൾ 2 പിള്ളേർ വന്നിട്ട് ചപ്പാത്തി മുട്ടക്കറിയും കൊണ്ടു വന്നിട്ട് പോയിന്റ്. ഇനി അത് കഴിക്കണോ വേണ്ടെന്ന് ആലോചിക്കണം. എന്താ വെച്ചാൽ മറ്റേ ചേച്ചി ഒന്നും ചോറ് കൊണ്ടുവരും. അപ്പോൾ ചപ്പാത്തി ഒന്നുമില്ലെങ്കിൽ എടുത്തേക്കുന്ന ആൾക്ക് വെറുതെ വേസ്റ്റ് ആക്കിയിട്ടും കാര്യമില്ല ഇതൊക്കെ ഓടിയിട്ട്. പിന്നെ പറഞ്ഞാൽ രാവിലെ ബാത്റൂം ഇതൊക്കെ വെറ്റി കഴിച്ച് തിന്നിട്ട് രാവിലെ ബാത്റൂമിൽ അതും പണിയാവും. അപ്പം മിണ്ടാണ്ടിരിക്കുക നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ബാച്ച് വരുമോ നോക്കിയിട്ട് ഇരിക്കണേ. കണ്ടല്ലോ സ്കൂളൊക്കെ കാണണം, ചെറിയൊരു സെറ്റപ്പാണ്. ഞാൻ നാളെ കാണിച്ചത് എന്താ അവസ്ഥ എന്നുള്ളത് കേട്ടാ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു ഇതാണ്. നല്ലൊരു ഇതിൽ കൂടെ ഞാൻ കടന്നുപോയി. ഒന്നും പറയണ്ട മക്കളെ, എന്ത് സീനാണെന്ന് ചോദിച്ചിട്ട് കുറച്ചറിയാം. ഇപ്പം അറിയണ രസമൊന്നുമല്ല, പെട്ടേന് കിടക്കില്ല, ചില്ലറ കളി തന്നെ കളിച്ചേ ബോധം പോയിട്ടേ. അങ്ങനെ സൈക്കിൾ വിട്ടിട്ട് 3-4 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ലൂപ്പിൽ കിടന്ന് കറങ്ങണേ. പിന്നെ ഇവർ നാട്ടുകാർ മൊത്തം വന്നു. പിന്നെ എന്തൊരു ചെയ്യുക, ഇവർക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവണില്ല, ഒരു തേങ്ങ അറിയണില്ല, സീന് കളി. അപ്പം ശരി, ഞാൻ ഇവിടെ ചപ്പാത്തി കുറച്ച് ചപ്പാത്തി 8 വേണ്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചപ്പാത്തി 2-3 ചപ്പാത്തി മുട്ടക്കറി കൊടുന്നു കേട്ടോ. തൽക്കാലം ചപ്പാത്തി മുട്ടക്കറി ഇതവിടെ വയ്ക്കാം. മറ്റേ ചേച്ചി ചോറ് കൊണ്ടുവരാൻ ചോറ് കഴിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് ക്യാൻസലായി കഴിഞ്ഞാലോ, അപ്പോൾ അത് കഴിക്കാം. എന്തായാലും ഫുഡ് സമാധാനം. ഒരു കേവ് കാണാൻ പോയവൻ്റെ കഥയാണ് കേട്ടത് ഇപ്പോൾ. അയ്യോ നല്ലൊരു കേവ് കഥ എന്തായാലും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. വന്നിട്ട് കുടന്നു വന്നിട്ടുള്ള സാധനങ്ങളാട്ടി കാണുന്നത് മൊത്തം നോക്കിയ ചോറ്, പിന്നെ എന്തോ കറി, പിന്നെ വേറെ മുട്ടക്കറി, ഇതാ ചപ്പാത്തി, ഫുള്ള് കറി, 5 കളി വരെ. ഒന്ന് പേടിച്ചു കഴിഞ്ഞാലും എന്തോരം വിചാരിക്കാത്ത ഒരു കാര്യങ്ങളുണ്ടായെന്ന് ചേട്ടാ. പറയണ്ട, എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ, അതൊക്കെ തിന്ന് അല്ലാണ്ട് വേറെ പാകില്ല. അപ്പോൾ ശരി കേട്ടോ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും.